സിജോ പുറത്തുപോയി വന്നതിന് ശേഷം ജിൻഡോയെ വീണ്ടും എതിരാളിയായിട്ട് കാണാൻ തുടങ്ങിയെങ്കിലും ജിൻഡോ സിജോയോട് വീണ്ടും പറയാതെ പറഞ്ഞു, പോടാ ചെള്ളു ചെക്ക എന്ന്. അന്നും ജിൻഡോ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു. മോർണിംഗ് ടാസ്കില് ജിൻഡോ സിജോയെ വെറുതെ വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ല, കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. വന്ന് കേറിയ പാടെ ആക്രമിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഒരു 2 ദിവസം സിജോയെ നിരീക്ഷിച്ചിട്ട്, മറ്റേ CID കണ്ണുമായിട്ട് നിരീക്ഷിച്ചിട്ട് മോർണിംഗ് ടാസ്കിൽ പഞ്ഞി കിടാൻ തുടങ്ങും ജിൻഡോ. ഇന്ന് എന്തായാലും സിജോനെ വെറുതെ വിട്ടു. ജിൻഡോ റണ്ണറപ്പ് ആയിട്ട് കാണുന്നത് അൻസിബേനെയാണ്. അൻസിബ വേണമെങ്കിൽ ഫസ്റ്റ് പ്ലേസ് എടുത്തോ എന്ന് വരെ ജിൻഡോ പറഞ്ഞു, കാരണം അത്രയും ഡിസേർവിംഗ് ആണെന്ന് പറഞ്ഞു ജിൻഡോ. ജിൻഡപ്പൻ അങ്ങനെ പറയുമെന്ന് അൻസിബ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു ഞെട്ടലും ആശ്ചര്യവും ഒക്കെ അൻസിബയുടെ മുഖത്ത് ഞാൻ കണ്ടു ജിൻഡോ ഇത് പറഞ്ഞപ്പോഴത്തേക്കും. പിന്നെ ജിൻഡോ എന്താണ്, ഞാൻ എൻ്റെ അമ്മയോട് കടപ്പാട്, സ്നേഹം, പ്രേക്ഷകരോട് സ്നേഹം, കടപ്പാട്, ഞാൻ മണ്ടത്തരവും കോമഡിയും എല്ലാം ഉള്ള ഒരു ആളാണ്, അതിന്റെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഹാർട്ട് ഫെൽറ്റ് ആയിട്ടൊരു എന്താ പറയുക ഒരു സ്പീച്ച് ജിൻഡോ പറയുന്നു. എന്തായാലും സിജോയ്ക്കെതിരെ ജിൻഡോ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ മിണ്ടാതിരുന്നത് എന്തുകൊണ്ട് നന്നായി എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ എവിടെ സംസാരിക്കണം, എവിടെ സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആർക്കെതിരെ സംസാരിക്കണം, ആരെ സപ്പോർട്ട് ചെയ്ത് എപ്പോൾ സംസാരിക്കണമെന്ന് നന്നായി അറിയാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ. നിലവിൽ ആ ഒരു ബോധം ആ വീട്ടിലുള്ളത് ജിൻഡോയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതാണെന്ന് തോന്നുന്നു ഈ ഒരു ടാസ്കിനെ വളരെ പോസിറ്റീവായിട്ട് ജിൻഡോ അപ്രോച്ച് ചെയ്തത്. സിജോയെ പോലെ അത്രയും നെഗറ്റീവ് പിടിച്ച് പറയാഞ്ഞത് അതുകൊണ്ടാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.